പ്രൈസ് ലോർഡ്. ക്രൈസ്റ്റ് മീഡിയ യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തു നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഒരു പ്രാവശ്യം കൂടി അറിയിക്കുന്നു. ഇത് ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന വേദഭാഗം ഹബക്കൂക്കിന്റെ പ്രവാചന പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം ഇങ്ങനെ പറയുന്നു: ദർശനത്തിന് അവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, സമയം തെറ്റിയാലും അത് വരും നിശ്ചയം. ഹല്ലേലൂയ. ഇവിടെ ഹബക്കൂക്ക് പ്രവാചകൻ പറയുകയാണ്, ദർശനത്തിന് ഒരവധി വെച്ചിരിക്കുകയാണ്. അത് സമാപ്തിയിലേക്ക് എന്ത് ചെയ്യുക? ബന്ധപ്പെടുകയാണ്. ഹല്ലേലൂയ. അതിൻ്റെ അവസാനത്തിലേക്ക് എന്ത് ചെയ്യുക? അത് ബന്ധപ്പെടുകയാണ്. അപ്പം ദർശനത്തിന് അവധി വച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അവധി എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ അതിനൊരു സമയം വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആ സമയം എന്ത് ചെയ്യുക? അത് സമാപ്തിയിലേക്ക്, ആ ദർശനം അവധി കഴിഞ്ഞ് എന്ത് ചെയ്യുക? അത് സമാപ്തിയിലോട്ട് എന്ത് ചെയ്യും? ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സമയം തെറ്റത്തില്ല. ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, ദർശനം പൂർത്തീകരിക്കും. എന്ത് ചെയ്യുക? സമയം തെറ്റുകയില്ല. വൈകിയാലും അത് വരും. എന്ത് ചെയ്യുക? സ്തോത്രം. വൈകിയാലും അതിനായി കാത്തിരിക്കുക. ഹല്ലേലൂയ. അത് വരും നിശ്ചയമാണ്. ഹല്ലേലൂയ. താമസിക്കരുത്. ഇവിടെ പറയുകയാണ്, ദർശനം എന്ത് ചെയ്യും? അത് വരും. അത് വൈകിയാലും എന്ത് ചെയ്യും? വരും. എന്ത് ചെയ്യുക? സമയം ചിലപ്പം കുറച്ച് തെറ്റും. ഹല്ലേലൂയ. നമ്മൾക്ക് ദൈവിക വാഗ്ദത്തങ്ങൾ കേട്ടിട്ട് ഹല്ലേലൂയ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ഒരു പക്ഷേ നമ്മളോട് പറഞ്ഞിരിക്കുന്ന സമയത്തിന് അല്ലെങ്കിൽ സംഭവിച്ചില്ലെങ്കിലും ഹല്ലേലൂയ എന്ത് ചെയ്യുക? അത് താമസിച്ചാലും എന്ത് ചെയ്യുക? അതിനായി കാത്തിരിക്കണം. അത് ഈ ദർശനത്തിന് വേണ്ടി എന്ത് ചെയ്യുക? കാത്തിരിക്കണം. അത് നിശ്ചയമായും വരും. ഹല്ലേലൂയ. അതെന്ത് താമസിക്കത്തില്ല, വരുമെന്ന് നിശ്ചയമാണ്. ഇവിടെ പറയുകയാണ്, അവധിക്ക് വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ സമയം തെറ്റുകയില്ലെന്ന് ഒരു ഭാഗത്ത് പറയുമ്പോൾ അത് വൈകുമെന്ന് പറയുകയാണ്. വരും, അത് നിശ്ചയമാണ്. പക്ഷെ എന്ത് ചെയ്യുക? താമസിക്കും. ചിലപ്പോൾ ഹല്ലേലൂയ വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിന് മേൽ ദൈവിക വാഗ്ദത്തങ്ങൾ, ദൈവം നൽകിയ വാഗ്ദത്തങ്ങൾ എന്ത് ചെയ്യും? താമസിക്കാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. പക്ഷെ എന്ത് ചെയ്യുക? അത് വരും. അത് നിശ്ചയം തന്നെയാണ്. അത് വരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകത്തിൽ നാം വായിക്കുമ്പോൾ ഹബക്കൂക്ക് പ്രവാചകൻ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് പറയുകയാണ്, ഹല്ലേലൂയ ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു എന്ന്. ഇവിടെ പറയുന്നു, പഴയ നിയമത്തിലെ ഹല്ലേലൂയ അതായത് യൗവന പ്രായത്തിൽ ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിയ ഒരു പ്രവാചകനാണ് ഹബക്കൂക്ക് പ്രവാചകൻ. ഹബക്കൂക്ക് പ്രവാചകൻ ദൈവവുമായുള്ള ബന്ധത്തിലാണ്, സംഭാഷണത്തിലാണ് ഈ ഹബക്കൂക്ക് പ്രവാചന പുസ്തകം എഴുതിയത്. ദൈവത്തിന്റെ സമയവും എന്ത് ചെയ്യുക? പദ്ധതിയും ഹല്ലേലൂയ ദൈവത്തിന്റെ പദ്ധതിയെക്കുറിച്ച് ഹല്ലേലൂയ ദൈവത്തിന്റെ സമയത്തെക്കുറിച്ചുമാണ് ഇവിടെ സംസാരിക്കുന്നത്. ഹബക്കൂക്ക് എന്തുകൊണ്ട് ദൈവം കൊടുത്തൊരു ഈ ദർശനം എന്ന് പറയുമ്പോൾ ഹബക്കൂക്ക് പ്രവാചകൻ ദൈവത്തോട് ചോദിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഹബക്കൂക്ക് നമുക്ക് ഈ പുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നത് യഹൂദയിലെ അനീതികളും യഹൂദയുടെ അതിക്രമങ്ങളും കണ്ട് ഹബക്കൂക്ക് പ്രവാചകൻ എന്തുകൊണ്ട് ദൈവത്തിന്റെ സന്നദ്ധി, ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യ ശകലങ്ങളൊക്കെ ഇതിന്റെ മുമ്പിൽ കാണാമെങ്കിലും ദൈവം ചില വാഗ്ദത്തങ്ങളും ഹല്ലേലൂയ ഈ പ്രവാചകന് നൽകിയിട്ടുണ്ട്. എന്നാൽ എന്ത് താമസിച്ചു പോവുകയാണ്. അപ്പോൾ ഹബക്കൂക്ക് പ്രവാചകൻ ഹല്ലേലൂയ ആ ദൈവം കൊടുത്ത ദർശനം അല്ലെങ്കിൽ ദൈവം കൊടുത്ത പദ്ധതി അല്ലെങ്കിൽ ദൈവം ഇന്നത് ചെയ്യുമെന്ന് പറഞ്ഞിട്ടും എന്ത് ചെയ്യുക? ആ ദൈവത്തിലുള്ള വിശ്വാസം നിന്നോട് പറയുക, ഈ ദർശനത്തിന് അവധി വെച്ചിട്ടുണ്ട്, ദൈവം പറഞ്ഞത് സംഭവിക്കും. ഈ യഹൂദയിൽ നടന്ന അതിക്രമങ്ങൾ കണ്ടിട്ട് ദൈവം എന്തുകൊണ്ട് ഇടപെടുന്നില്ല? എന്തുകൊണ്ട് യഹൂദയെ ശിക്ഷിക്കാൻ അല്ലെങ്കിൽ ബാബിലോണിലെ അയക്കുമെന്ന് ദൈവം മറുപടി നൽകി. നമുക്ക് ദൈവത്തിന് അകന്നു പോയ ജനത്തെ മടക്കി കൊണ്ടുവരേണ്ടതിന് ദൈവം ചിലരുടെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് ഹബക്കൂക്ക് പ്രവാചകനിലൂടെ ദൈവം അറിയിച്ചു. പക്ഷെ എന്നാൽ ദൈവം എന്ത് ചെയ്തില്ല? അത് ചെയ്തില്ല. അല്ലെങ്കിൽ ദൈവം അത് പറഞ്ഞു എന്ത് ചെയ്തില്ല? നൽകിയില്ല. എന്നാൽ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. ഈ ബാബിലോണി യഹൂദന്മാരെക്കാൾ ദുഷ്ടരാണെന്ന് അറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു? തൻ്റെ ഹല്ലേലൂയ അഭിപ്രായം അല്ലെങ്കിൽ ഈ ഹബക്കൂക്കിനുണ്ടായ ഒരു ആശയക്കുഴപ്പമാണ്. ഹല്ലേലൂയ. അതിൽ നിന്നാണ് ദൈവം ഹബക്കൂക്കിനോട് സംസാരിക്കുന്നത്. ദൈവത്തിന്റെ പ്രതികരണം, അവന്റെ പദ്ധതി ഹല്ലേലൂയ അവന്റെ സമയത്ത് വെളിപ്പെടുമെന്ന്. ഇവിടെ പറയുകയാണ്, ഒരു നിശ്ചിത സമയത്തിനായി കാത്തിരിക്കുകയാണ്.
അതിന്റെ അവസാനത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. വ്യാജം എന്ന് തെളിയുകയില്ല എന്ന് പറയുകയാണ്. അതിനായി താമസിച്ചാലും അതിനായി കാത്തിരിക്കുക, സത്യം എന്ത് ചെയ്യും, പുറത്തു വരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ താമസിച്ചാലും എന്ത് ചെയ്യുക, എന്ത് ചെയ്യണം, ആ വാഗ്ദത്തം തന്ന ദൈവം വിശ്വസ്തനാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും, വാക്ക് മാറാത്ത ദൈവമാണ്. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എന്ത് ചെയ്യും, നിറവേറ്റിക്കപ്പെടുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അല്പം താമസിച്ചെന്ന് കരുതിയാലും കുഞ്ഞെ, നിന്റെ ജീവിതത്തിൽ ദൈവിക വാഗ്ദത്തങ്ങൾ ദൈവമാണ് പറഞ്ഞതെങ്കിൽ നിശ്ചയമായും ആ വാഗ്ദത്തങ്ങൾ എന്ത് ചെയ്യും, നിവർത്തീകരിക്കപ്പെടും. ഇവിടെ ഇസ്രായേലിനെ ജയിക്കുക ഒരു ശക്തനായ ഭരണാധികാരിയുടെ നാശമാണ് ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നത്. ഹല്ലേലൂയ. ഈ പ്രവാചകൻ ദൈവത്തിന്റെ ജനത്തിന് നേരെ എന്ത് ചെയ്തു, അതിർക്കമും അനീതിയും ഹല്ലേലൂയ നിറഞ്ഞിട്ടും കർത്താവ് അവരെ എന്ത് ചെയ്യുന്നില്ല, രക്ഷിക്കുന്നില്ല. നീതിമാൻ എന്ത് ചെയ്യുക, നിശബ്ദനാകുകയാണ്. ഹല്ലേലൂയ. ദുഷ്ടൻ എന്ത് ചെയ്യുക, പ്രവർത്തിക്കുക. എന്നാൽ ഇതെല്ലാം കണ്ടിട്ടും തന്റെ ജനത്തെ വിടുവിക്കുമെന്ന് ദൈവം ആലോചന കൊടുത്തിട്ടും എന്തുകൊണ്ട് അത് നിവർത്തീകരിക്കപ്പെടുന്നില്ല? എന്തുകൊണ്ട് ദൈവം ദർശനം നൽകിയിട്ട് എന്തുകൊണ്ട് അതിനെ പൂർത്തീകരിക്കുന്നില്ല? എന്തുകൊണ്ട് അത് സമാപ്തിയിലേക്ക്, അതായത് ജനത്തെ വിടുവിച്ച് പുറത്തു കൊണ്ടുവരാൻ ദൈവം എന്തുകൊണ്ട് ശ്രമിക്കുന്നില്ലെന്നൊക്കെയും ഹബക്കൂക്ക് പ്രവാചകൻ ചിന്തിക്കുമ്പോഴും പറയുകയാണ്, തൻ്റെ ഉള്ളത്തിൽ നിന്ന് പറയുകയാണ്, അതേ ദർശനത്തിനൊരു അവധിയുണ്ട്. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സമയം തെറ്റുകയില്ല. പ്രിയരെ, നിങ്ങളുടെ ദൈവം എന്തെങ്കിലും വാഗ്ദത്തങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ തലമുറയെക്കുറിച്ച്, നിങ്ങളുടെ ശുശ്രൂഷയെക്കുറിച്ച് ദൈവം ഒരു വാഗ്ദത്തം നൽകിയിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും ദൈവം അത് പൂർത്തീകരിക്കും. ഒരു പക്ഷേ നിങ്ങളെ നോക്കി മറ്റുള്ളവർ കഴിവില്ലാത്തവരെന്നും നിന്നെക്കൂടൊന്നും കൊള്ളില്ലെന്നുമൊക്കെ നിന്റെ ചുറ്റും ഹല്ലേലൂയ പറയുന്നവരുണ്ട്. എന്നാൽ കുഞ്ഞെ, നീ നിശബ്ദമായി നിന്നുകൊണ്ട് നീ ദൈവസനെ നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ ദർശനത്തിന് പൂർത്തി വരുത്തുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ദർശനത്തിന് പൂർത്തി വരുത്തി ഹല്ലേലൂയ ആരെ കൊണ്ട് പൂർത്തി വരുത്തത്തില്ലെന്ന് പറയുന്നുവോ അവരെ കൊണ്ട് ദൈവം പറയിക്കും. ദർശനം, ദൈവത്തിന്റെ ദർശനങ്ങൾ പൂർത്തി വരുത്തും. ഹല്ലേലൂയ. കുഞ്ഞെ, നിന്നെ കുറിച്ച് ദൈവത്തിന്റെ ഒരു ഉദ്ദേശം ഉണ്ടെങ്കിൽ നിന്നെ ചിലതിലൂടെ ദൈവം കയറ്റിവിടും. അത് നിന്റെ തിന്മയ്ക്കല്ല, നിന്റെ നന്മയ്ക്ക് അത്രയാകുന്നു. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ വരുന്ന കഷ്ടതകളും പ്രയാസങ്ങളും വേദനകളും ഒക്കെ നിന്റെ നന്മയ്ക്ക് അത്രേ. അതുകൊണ്ട് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ പ്രാപിക്കും വരെ ദൈവസന്നിധി മൗനമായിരുന്നു കൊണ്ട്, ദൈവത്തിന് വേണ്ടി കാത്തിരുന്നു കൊണ്ട് നിന്റെ അവകാശങ്ങളെ പ്രാപിച്ചെടുക്കുവാൻ സർവ്വജ്ഞനായ ദൈവം ഇടയാകട്ടെ. ആമേൻ.